ഈ എണ്ണം കെട്ടവനെ കാരണം തോറ്റി എത്ര തവണ പറഞ്ഞാണ് ഈ കാർഡൊന്നും എടുക്കാൻ. ഇനിയിപ്പോൾ ഒന്നും നോക്കാൻ പറ്റില്ല, ഇനി കംപ്ലൈൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഷേ, എന്ത് പറയാനാണ്. അയൽവാസിയാണെന്നും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യവനൊക്കെ തോളി കയറുമെന്നുള്ളതാണ്. ഇനി നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. എന്തായിരുന്നാലും പ്രശ്നം തന്നെ. നീ ഇത് എവിടെയാടേ? ഒരു വിവരമില്ലല്ലോ എന്നെ കുറിച്ച്. അവിടെ കൊണ്ടുവരേ. എടേ, നീ ആ പെരേടത്തിലെ കാടും മുഴുവൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കിട്ട് ഇന്നലെ അവിടെ കിടന്നുറങ്ങാൻ പറ്റിയില്ല. അറിയാം, പന്നിയും പാമ്പും പെരിച്ചാഴി ആകെ പ്രശ്നമാണ്. നിന്റെ അടുത്ത് എത്ര പറഞ്ഞാലും നീ കേൾക്കൂലിട്ടേത്. ഇന്നലെ ഒരു പത്തിക്കാരനെ അവിടുന്ന് അടിച്ചു കൊടുക്കും. നീ ഒന്നത് ചെത്തി വൃത്തിയാക്കാൻ നോക്കും. ആളിനെ കിട്ടുന്നില്ല. നീ വളരെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ കൊണ്ട് പഞ്ചായത്തിൽ തരാൻ പറഞ്ഞു. പിന്നെ കഞ്ഞാ മുഞ്ഞാ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അയ്യോ അണ്ണാ ചതിക്കല്ലേ അണ്ണ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അണ്ണാ ചതിക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എത്ര തവണയായിട്ട് പറയുന്നത്. ആരെ കൊണ്ടെങ്കിലും പെട്ടെന്നെങ്കിലും ചെയ്യിച്ചേ. ബംഗാളികളെയും കിട്ടുന്നില്ല, മലയാളികളെയും കിട്ടുന്നില്ല. മലയാളികളുടെ കാര്യം അറിയാം. 7 ദിവസം മണിക്കൂർ 9 ദിവസം മണിക്കൂർ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചാണെങ്കിൽ ആരെയും കിട്ടട്ടല്ലോ. നിങ്ങൾ അത്രയും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാകല്ലേ. കൊണ്ട് പരാതി കൊടുത്താലേ പഞ്ചായത്ത് തന്നെ ആൾക്കാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. അറിയാം, ആ പുരയുടെ എല്ലാം വൃത്തിയാക്കി സെറ്റപ്പാണ്. അയ്യോ അത് ശരി തന്നെയാണ്. രക്ഷപ്പെട്ടു. ഒരു കാര്യം ചെയ്യണ്ട, നിങ്ങൾ പരാതി കൊടുക്കും. അപ്പോഴേ അവര് കൊണ്ടുവന്ന് വൃത്തിയാക്കി പൈസ പോവില്ല. ഞാൻ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നിൽക്കില്ല. കാര്യം പരാതി കൊടുക്കും കേട്ടാ. നല്ല കഥ. രക്ഷപ്പെടാൻ വരട്ടെ. എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ. എടേ, ആ പരിസരത്തുള്ള കൂലി, ഒരാളുടെ കൂലി എത്രയാണോ? അപ്പൊ 1000 രൂപയാണെങ്കിൽ ഒരാളിന്റെ പേരിൽ 1000, പിന്നെ എക്സ്ട്രാ 500 രൂപ വെച്ച് അവർ ഈടാക്കും. എന്ന് പറയുമ്പോൾ അവര് ചിലപ്പം 10-15 പേരായിരിക്കും കൊണ്ടുവരുന്നത്. പോട്ട് 10 പേരെന്ന് വെച്ചോ, 10000 രൂപ കൂലി, 5000 രൂപ എക്സ്ട്രാ. നിന്റെ കച്ചവടം അങ്ങ് ചേർക്കാം. അതിനേക്കാളും നിന്റെ നീ ആൾക്കാരെ വിളിച്ചങ്ങ് ജയിപ്പിക്കുന്നത്. 2 ദിവസത്തെ കൂലി 2-3 പേര് കഴിയുമ്പോൾ അങ്ങനെ ചെയ്യും. 2 ദിവസത്തെ കൂലി കൊടുത്തു, അല്ലെങ്കിൽ 2-3 ദിവസത്തെ കൂലി കൊടുത്തു. അയ്യോ എനിക്ക് വേണ്ടല്ല. എന്റെ ദൈവം, അങ്ങനെ സംഭവം ഉണ്ട് ചെയ്യും. അയ്യോ വേണ്ട വേണ്ട. അയ്യോ അണ്ണാ ചതിക്കല്ലേ അണ്ണാ. ഞാൻ ആരെ കൊണ്ടെങ്കിലും പെട്ടെന്ന് ജയിപ്പിച്ചേക്കാം. അല്ലാതെ അമ്മാരും അത് ചെയ്താലേ എട്ടിന്റെ പണി കിട്ടും. അയ്യോ അണ്ണാ, നിങ്ങൾ ഒന്നും ചെയ്യില്ല. ഞാൻ പെട്ടെന്ന് ചെയ്യിപ്പിക്കണം. ആളിനെ കിട്ടുന്നില്ല, അതാണ് ഒന്നും നടക്കുന്നില്ല.